ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു ആത്മാവിലധിവാസം ചെയ്തിടുന്നു. ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു ആത്മാവിലധിവാസം ചെയ്തിടുന്നു. അറിവിന്റെ ഇരിപ്പിടം ഗുരുവാകുന്നു. ഗുരുവിൽ നിന്നല്ലാതൊരു അറിവില്ലല്ലോ. അറിവിന്റെ ഇരിപ്പിടം ഗുരുവാകുന്നു. ഗുരുവിൽ നിന്നല്ലാതൊരു അറിവില്ലല്ലോ. അറിയേണ്ടതറിയുന്ന ആത്മാക്കൾക്ക് ഗുരുവിന്റെ രൂപം തന്നിൽ തെളിഞ്ഞു കാണാം. അറിയേണ്ടതറിയുന്ന ആത്മാക്കൾക്ക് ഗുരുവിന്റെ രൂപം തന്നിൽ തെളിഞ്ഞു കാണാം. ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു ആത്മാവിലധിവാസം ചെയ്തിടുന്നു. രൂപമകതാരിൽ തെളിഞ്ഞു കണ്ടാൽ ആരാധ്യ രൂപമെന്ന് ബോധ്യമാകും. ആരാധ്യ രൂപനെ ആരാധിച്ച ആനന്ദമനുദിനം അനുഭവിക്കാം. ആരാധ്യരൂപനെ ആരാധിച്ച ആനന്ദമനുദിനം അനുഭവിക്കാം. ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു ആത്മാവിലധിവാസം ചെയ്തിടുന്നു.
നമ്മുടെ സന്യാസ സംഘത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആദരവ് നമ്മൾ കൊടുത്തത്. ഇനി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, ഭക്തജന സമൂഹത്തിന് വേണ്ടി, നിങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ വേലുസാറിനെ ഇറക്കി വിട്ടാലത്തെ അവസ്ഥ എനിക്കറിയാം. കാരണം അത്രത്തോളം സ്നേഹത്തോടെയാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് വന്ന ശ്യാം ഒരു ആദരവ് ഇപ്പോൾ കൊടുക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ ഗോപുര നിർമ്മാണത്തിലേക്കാണ് വേലുസാറിനെ ഈശ്വരൻ സ്വീകരിച്ചത്. ആ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട്. നമ്മുടെ സ്ഥപതിയായ ദേവരാജനും അതുപോലെ ശില്പികളായ പല ആളുകളും, പത്മകുമാറും എല്ലാം ഉണ്ട്. എന്നാൽ അവർക്കെല്ലാവർക്കും വേണ്ടി ഉന്നതനാകുന്ന ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാനും ഈ പരമോന്നതമായ ഭാഗ്യാവസ്ഥകളെ അനുഭവിക്കുവാനും ഭാഗ്യം ലഭിച്ച 2 ഓമന സന്താനങ്ങളെയാണ് ദൈവം ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്, ആത്മദീപവും രാജഗോപാലും. ഗോപുര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയും ആ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി രാജഗോപാൽ ഇപ്പോൾ ആദരവ് കൊടുക്കുന്നതായിരിക്കും. ഇനി നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടില്ലാത്തതും അനേകം ആളുകൾ കണ്ടിട്ടുള്ളതും ആ മനോഹര കാഴ്ച കണ്ട് ആനന്ദിച്ചിട്ടുള്ളതുമായ ഒരു അത്യപൂർവമായ കാഴ്ച ഈ 100ാം ജന്മദിന മഹോത്സവ ദിനത്തിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി, നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ വേണ്ടി ഞാൻ പുറത്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തൽക്കാലം ഒന്ന് ധരിച്ച് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. സർവശക്തി നിങ്ങളിൽ ആ ഉന്നതമായ അനുഭൂതി വിശേഷങ്ങളെ ദാനം ചെയ്യുമാറാകും. ഉന്നതമായ ആദർശത്തെ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് പേസ്ബോർഡ് കൊണ്ട് തൊപ്പിയുണ്ടാക്കി വെച്ച് ഭക്തലോകത്തിൽ തൻ്റെ ഉന്നതാവസ്ഥയെ അറിയിച്ച അനുഭവമാക്കിയ നമ്മുടെ പൊന്നുതമ്പുരാൻ ആദ്യമായി ഉണ്ടാക്കിയ കിരീടമാണിത്. തിരിച്ചു വന്നിരുന്നുണ്ടാക്കിയ കിരീടമാണിത്. സർവശക്തി ധരിച്ചുകൊണ്ട് നിങ്ങളെ ദർശിച്ച കിരീടമാണിത്. ഈ 100ാം ജന്മനക്ഷത്ര ദിനത്തിൽ നിങ്ങൾക്കായി ഞാനിത് എൻ്റെ ശിരസിലേക്ക് സ്വീകരിക്കുക. നമ്മുടെ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദിയെ പറ്റിയുള്ള സപ്ലിമെൻ്റാണ്. ഇതിനകത്ത് ഈ കാണുന്ന വരികളെല്ലാം എഴുതിയത് നമ്മുടെ ഈ നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ്. കണ്ടോ? കണ്ടാലൊരു ഫക്കീറിൻ്റെ കൂട്ടിങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ? ഇവിടെ ക്വിസ് മത്സരമൊക്കെ നടത്തുമ്പോൾ 1ാം സ്ഥാനം മിക്കവാറും ഉണ്ണികൃഷ്ണനാണ്. ഒന്നും അറിഞ്ഞുകൂടാ, പാവമാണ്, വെറും പാവം. കണ്ടോ നിൽക്കുന്ന? ഇപ്പോൾ കണ്ടോ? പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ കൂടെ പാടിയില്ലേ കേൾക്കാൻ പറ്റത്തില്ല, അതാ വിധം. പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വരികൾ നിങ്ങൾ വായിച്ചാൽ
ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നും. കാരണം ഇവൻ്റെ മാതാവ് ഒരു ഡോക്ടറാണ്, മാതാവിൻ്റെ മാതാവ് ഒരു ലെക്ചറായിരുന്നു, മാതാവിൻ്റെ പിതാവ് പ്രൊഫസറായിരുന്നു. ഇതിനൊക്കെ അനേകം കാര്യങ്ങളുണ്ട്. അവരൊക്കെ സഹായിച്ചതായിരിക്കുന്നതായിരിക്കും. അവരാരും ഇപ്പം ഇല്ല. മാതാവുണ്ട്, പൂർവികന്മാരാരും ഇല്ല. മാതാവ് ഇവിടെ വരുമ്പോൾ ഞാൻ ചോദിക്കും, അവനോട് എഴുതാൻ പറഞ്ഞ് കൊണ്ടുവന്നില്ലല്ലോ, എന്തോ ചെയ്യുന്നുണ്ടാൻ പറ്റി, എന്നെ പോലും കാണിക്കത്തില്ലെന്ന് പറയും. അമ്മയെ പോലും കാണിക്കില്ല, അവൻ ഒറ്റയ്ക്കിരുന്നെല്ലാം തയ്യാറാക്കും. പക്ഷേ ഭയമാണ്, കൊണ്ടുവന്ന് കാണിക്കാൻ പേടിച്ച് കഴിഞ്ഞാൽ ചുരുട്ടി കൂട്ടി കൊണ്ടുവന്ന് തന്നേച്ച് പോകും. ആ രീതി. നമ്മുടെ സ്മരണീയക്കകത്തും ഒരു കവിത എഴുതിയിട്ടുണ്ട്. മുൻപും നമ്മുടെ മാസികയിലൊക്കെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പരിചയത്തിലാണ് ഞാൻ ഇത് അവനെ ഏൽപ്പിച്ചത്. ഇതിനകത്ത് ചില വരികളൊക്കെ ഞാനിപ്പോൾ നോക്കിയെടുത്ത് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല, എങ്കിലും പ്രധാനപ്പെട്ട ചില ഭാഗം ഞാൻ തന്നെ വായിക്കാം. കാരണം എനിക്കിത് എത്ര വായിച്ചിട്ടും മതിയാവുന്നില്ല. ഒരു വ്യാഴവട്ടത്തിന് മുൻപ് മരിച്ചുപോയി എന്നവർ വിശ്വസിച്ചിരുന്ന പറയൻ സ്വാമിയുടെ നാമം വീണ്ടും ജന്മിമാർ വായുമണ്ഡലത്തിൽ ഉയർന്നു കേട്ടു. ആരൊക്കെയോ പറയുന്നത് കേട്ടു. ശുഭാനന്ദ ഗുരു തിരിച്ചു വന്നു. ആത്മബോധോദയ സംഘമെന്ന ബ്രഹ്മസരോവരത്തിൽ ബൃഹദാകാരമായ ഒരു അഗ്നിത്താമരയുണ്ട്. ഇത് വേരോടെ പിഴുതെടുക്കാൻ വരുന്നവർ ഈയാമ്പാറ്റകളെപ്പോലെ അതിൽ വെന്തെരിയും. എന്നാൽ നീര ക്ഷീര സമ്മിശ്രത്തിൽ നിന്ന്, മനസ്സിലായോ? നീര ക്ഷീര സമ്മിശ്രം എന്ന് പറഞ്ഞാൽ, നീരം എന്ന് പറഞ്ഞാൽ വെള്ളം, ക്ഷീരം എന്ന് പറഞ്ഞാൽ പാലും വെള്ളം ഐറ്റം, പക്ഷേ പ്രയോഗിക്കുന്നതാണ്. നീര ക്ഷീര സമ്മിശ്രത്തിൽ നിന്ന് ക്ഷീരം വേർതിരിച്ചെടുത്ത് ഭുജിക്കുന്ന സ്വർഗഹംസത്തെ പോലെയുള്ള ജന്മാന്തര സുഹൃത്തുക്കൾ ഈ ജ്ഞാനകമലത്തിൽ നിന്ന് ആനന്ദത്തെ നുകരുന്നു. ഇത് ഒരു വീണ്ടെടുപ്പിൻ്റെ കാലമായിരുന്നു. ഭഗവാൻ ആനന്ദജി ഗുരുദേവൻ തൻ്റെ ബ്രഹ്മജ്ഞാനത്തെ പകർന്നത് അത്യന്തം ലളിതവും തത്വസമ്മേളിതവുമായ തൻ്റെ കീർത്തന തല്ലജങ്ങളിലൂടെയാണ്. ഹിമാദ്രികളിൽ മഞ്ഞുരുകി ഒഴുകിയാണ് പുണ്യതീർത്ഥങ്ങൾ രൂപപ്പെടുന്നത്. അതുപോലെ തൻ്റെ തിരുഹൃദയം ഒരുക്കി ഒഴുക്കിയതാണ് ആ ജ്ഞാനതീർത്ഥം. അതിന്നും ദേവാമൃതമായി അനുസ്യൂതം ഒഴുകുന്നു. പുനരുജ്ജീവനം എന്ന പദത്തിൻ്റെ അർത്ഥം താൻ കർമ്മത്തിലൂടെ പഠിപ്പിച്ചു തന്നു. അത് ആത്മബോധോദയ സംഘത്തിൻ്റെ പുനർജന്മമായിരുന്നു. ഇനിയും അനേകം കാര്യങ്ങളുണ്ട്. നിങ്ങൾ കഴിയുന്നിടത്തോളം ആളുകൾ ഇത് വായിക്കുക. ഇപ്പോൾ ഈ കുഞ്ഞിന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനൊരു ചെറിയ പാരിതോഷികം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. വേറൊന്നുമല്ല, ഇത് ശുഭാനന്ദ രൂപം തന്നെയാണ്. ഒരു വശത്ത് ശുഭാനന്ദ ഗുരുദേവനും ഒരു വശത്ത് ആനന്ദജി ഗുരുദേവൻ. ഇത് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുകൊണ്ട് ഒരു ജീവിതമാവുകയില്ല, ഇതുകൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങളാവുകയില്ല. പിന്നെന്താണ് വേണ്ടത്? നമുക്ക് ഒത്തുചേർന്ന് ഇതുപോലെയുള്ള സുഹൃത ജന്മങ്ങൾ ലോകത്തിൽ വളർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആയുസ്സും ആരോഗ്യവും സൽബുദ്ധിയും നിലനിർത്തി യാതൊരുവിധ മായാചിന്തകളിൽ പോയി അന്യപ്പെടാതെ സർവശക്തിയുടെ ഹിതാനുവർത്തിയായി എന്നും ജീവിക്കുവാൻ എൻ്റെ ഉണ്ണികൃഷ്ണനെ ദൈവം കരുതുവാനാണ്. ഓ അമൃതവൃക്ഷനും അമാനുഷികനുമായ ശുഭാനന്ദ ദിവ്യരൂപം തൻ്റെ പരിപൂർണ ശക്തിയോടും കലകളോടും കൂടി തിരിച്ചുദയമായി വന്ന് ഭക്തലോകത്തെ മാടി വിളിച്ച് പരമാനന്ദത്തിലെത്തിച്ച ഉന്നതമായ വാഴ്ചയായിരുന്നു ഉത്രാടത്തിൽ 26 സംവത്സരക്കാലം ഭക്തലോകം അനുഭവിച്ചത്. ആദ്യകാലങ്ങളിൽ പലവിധ എതിരുകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തുടർച്ചയായ തൻ്റെ ബ്രഹ്മജ്ഞാന അസ്ത്രത്തെ ഈ നരകമായി കിടന്ന ആത്മാവിലേക്ക് അയച്ച് അതിൻ്റെ നരകാവസ്ഥകളെ അഥവാ അജ്ഞാനാവസ്ഥകളെ ഭസ്മീകരിച്ച് വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ശത്രുക്കളായി നിന്നവർ പോലും മിത്രങ്ങളായി അടുത്തു വന്നു. അപമാനിച്ചവർ ബഹുമാനിക്കുവാൻ തുടങ്ങി, നിന്ദിച്ചവർ വന്ദിക്കുവാൻ തുടങ്ങി, ആ വിധത്തിൽ ദുഷിച്ചവർ സ്തുതിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ഉന്നതമായ മാറ്റം ഈ ആദർശത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് 26 സംവത്സരക്കാലം ഇവിടെ വാണിരുന്നത്. ആദ്യകാലത്തുണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും
ലോകാന്ത്യം വരെ നടക്കുവാൻ തക്ക വിധത്തിലുള്ള പ്രാബല്യവും ശക്തിയും വരുത്തിക്കൊണ്ടാണ് ആ തിരുശരീരത്തിൽ ഇരുന്ന് ആത്മലോകത്തെ രക്ഷിച്ചതും അനുഗ്രഹിച്ചതും. അത് നുകർന്ന് അനുഭവിച്ച അനേകായിരങ്ങൾ ഇന്നും കണ്ണുനീരോടെ ഈ തിരുനാമം ഓർത്ത് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ കണ്ടു പല കണ്ണുകളും, ആ കിരീടം ഒന്നുകൂടി കണ്ടപ്പോൾ പല കണ്ണുകളും നിറഞ്ഞൊഴുകി. നിങ്ങൾ ഇന്നും കാണുന്നത് എന്നെ തന്നെയാണെങ്കിലും ആ പഴയ ഓർമ്മകൾ പലരുടെയും ഹൃദയത്തിൽ അങ്ങനെ പതഞ്ഞു പൊങ്ങി. അത് സർവശക്തിയോടുള്ള നിങ്ങളുടെ ഇണക്കമാണ്, സർവശക്തിക്ക് നിങ്ങളോടുള്ള കാരുണ്യമാണ്. പക്ഷെ പലപ്പോഴും നിങ്ങളത് മറന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തമായ കാര്യങ്ങൾ, സ്വാർത്ഥമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും അറിയിച്ച അറിവുകളെ അല്പമൊന്ന് പുറകോട്ട് പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അത് പാടില്ല. അങ്ങനെ വന്നാൽ അത് ഗുരുനിന്ദ്യമായി പോകും. അങ്ങനെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് സംഭവിക്കാതെ അറിവിൻ്റെ പരിപൂർണ രൂപനാകുന്ന ഗുരുവിൻ്റെ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും എന്നും വളർന്നു വരുവാൻ തക്ക വിധത്തിൽ അറിയുക, അറിയിക്കുക, ഒന്നാവുക, ആനന്ദിക്കുക എന്ന ചതുർവ്യവസ്ഥ മുദ്രാവാക്യം നിങ്ങളുടെ ഉള്ളിൽ എന്നും നിറഞ്ഞു നിന്നുകൊണ്ട് ഈ സർവജ്ഞാനോത്സവത്തെ മരണം വരെ പാലിക്കുവാൻ തീരുമാനിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ഇത് നിങ്ങളിൽ സർവ്വതാ നിലനിൽക്കുമാറാകട്ടെ. ഈ സർവജ്ഞാനോത്സവം അവസാനിക്കുന്നതല്ല. നമ്മൾ ഒരു വർഷം നടത്തിയ ആഘോഷങ്ങളുടെ സമാപനമാണ്. സർവജ്ഞാനോത്സവം അവസാനിക്കുന്നതാണോ? ഒരിക്കലുമല്ല. കാരണം അറിയേണ്ടത് ആത്മാവിൻ്റെ ആവശ്യമാണ്, അറിയിക്കേണ്ടത് ആത്മാവിൻ്റെ ആവശ്യമാണ്, ഒന്നാകേണ്ടത് ആത്മാവിൻ്റെ ആവശ്യമാണ്, ആനന്ദിക്കേണ്ടത് ആത്മാവിൻ്റെ ആവശ്യമാണ്. കാരണം എന്താണ്? ആത്മാവിൻ്റെ ആഹാരം എന്താണ്? ആത്മാവിൻ്റെ ആനന്ദം വേണം. അതിനെന്ത് വേണം? അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്ന് ജീവാത്മാവ് ആനന്ദിക്കുക. ഉന്നതമായ ഉത്തേജനത്തോടുകൂടി ഈ അറിവും ഈ കർമ്മവും നിങ്ങളിൽ സ്ഥിരപ്പെട്ട് നിങ്ങൾ എന്നും ആനന്ദത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ ഉൾപ്രബോധനവും ഉൾപ്രചോദനവും നൽകുന്ന, എന്തൊക്കെയാണ്? ഉൾപ്രബോധനവും ഉൾപ്രചോദനവും നൽകുന്ന ഈ സർവജ്ഞാനോത്സവം നമ്മൾ കൊണ്ടാടിയത്. ഇതൊരു കാലത്ത് നിങ്ങൾ മറന്നു പോകരുത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ശിലയിൽ എഴുതിയ അക്ഷരം പോലെ തെളിഞ്ഞു കാണണം. എങ്കിലേ നിങ്ങൾക്ക് ഗുരുവിനോടൊത്ത് ആനന്ദിക്കാൻ കഴിയുള്ളൂ. ആ വിധത്തിൽ ആനന്ദിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ ഈ കർമ്മങ്ങൾ പങ്കെടുത്ത നിങ്ങളെല്ലാം ഈശ്വരൻ ദർശിച്ചിട്ടുണ്ട്. പ്രത്യേകം അത് നിങ്ങൾക്ക് അനുഗ്രഹവും അനുഭവമായി വരുമാറാകട്ടെ. നമുക്ക് ഏറ്റവും വേഗം ആഹാരം കഴിച്ചിട്ട് സമ്മേളന വേദിയിലേക്ക് പോകാം. അവിടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. സർവ ഐശ്വര്യത്തോടും നന്മകളോടും ആ സമ്പൂർണ്ണ ശക്തിയോടും കൂടി വാണിരുന്ന മഹാശക്തിയുടെ ഈ തിരുനാൾ ആഘോഷിക്കുവാൻ ആവേശഭരിതരായ ഭക്തലോകം ഇവിടെ ഉണ്ട് എന്ന് വിശിഷ്ടാതിഥികൾ കാണേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് ഓർമ്മയോടുകൂടി എല്ലാവരും അവിടെ വന്ന് വളരെ അച്ചടക്കത്തോടുകൂടി അവിടെ ഇരുന്ന് കലവില കൂടാനും കാര്യം പറയാനും വിശേഷങ്ങളൊക്കെ പറയാനല്ല. അതൊക്കെ സമ്മേളനം കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടും, അപ്പോൾ നമുക്ക് പറയാം. കാരണം നമുക്ക് പറയാൻ അനേകം വിശേഷങ്ങളുണ്ട്. ഒന്നാം ഉത്സവ ദിനത്തിൽ നമ്മൾ ഛായാചിത്രം ഒരുക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരംഭിച്ച ഈ ജന്മനക്ഷത്ര മഹോത്സവം ഇന്ന് മഹാഗോപുരത്തിലേക്ക് മഹാദർശന മുദ്രയെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സമാപന ദിനം ആഘോഷിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരുക്കങ്ങളാണ്, ഇത് മനുഷ്യനാൽ സാധിക്കുന്നതല്ല. ആ വിധത്തിൽ അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒക്കെ നമുക്ക് വർണ്ണിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എങ്ങനെ വർണ്ണിച്ചിടും ഓരോ കർമ്മങ്ങളും ഉന്നതമായിട്ടാണ് ഇവിടെ നടത്തപ്പെട്ടത്. പ്രതിഷ്ഠാ
സമയത്ത് വിവിധ ശാഖകളിൽ നിന്നും അല്ലാതെയുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ശാഖയിൽ നിന്ന് പദയാത്രകൾ ഇങ്ങനെ വന്നു കയറുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. കാരണം ആവേശഭരിതരായി വളരെ ദൂരത്തു നിന്നൊന്നുമല്ല, അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ പോലും ആ വരവും ആ കീർത്തനങ്ങളും അതൊരു പ്രത്യേകത തന്നെയായിരുന്നു. പിന്നെ ഇടമുറിയാതെ ഈ സ്തുതി, അങ്ങനെ ഓരോന്നും ചിന്തിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് കാലൊക്കെ കുഴഞ്ഞ് വന്ന് നിൽക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ ആരും ഇരുന്നിട്ടില്ല. നിങ്ങളുടെ അവസ്ഥയും എനിക്കറിയാം. എങ്കിലും ഞാനും ഇവിടെ നിൽക്കുവാണ്, അല്ലേ? ഈ ഭാരം മുഴുവൻ താങ്ങിക്കൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ കാലിന് ഭാരം തോന്നുമോ? നിങ്ങൾക്ക് ഭാരം തോന്നുന്നുണ്ടോ? അതെന്തുകൊണ്ടാ? ഗുരുവിനെ കണ്ട്, പരമഗുരുവിനെ കണ്ട്